പാരസെറ്റമോൾ കഴിക്കുന്ന പോലെയാണ് പലരും ആന്റിബയോട്ടിക് എടുത്ത് കഴിക്കുന്നത്. രണ്ടും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ മെഡിക്കൽ ത്രെട്ട് ഡയബറ്റീസോ ക്യാൻസറോ അല്ല, അത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് അത് നമ്മുടെ കുട്ടികളിലാണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആന്റിബയോട്ടിക്സ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ചെറിയൊരു പനിയോ അല്ലെങ്കിൽ ചുമയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അൺനെസസറി ആയിട്ട് കൊടുക്കുന്ന സമയത്തും ബാക്ടീരിയ ഇതുമായിട്ട് അഡാപ്റ്റഡ് ആവും. ബാക്ടീരിയക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഈ ആന്റിബയോട്ടിക്സിനെതിരെ ബാക്ടീരിയ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. വിച്ച് മീൻസ് ഈ സെയിം ആന്റിബയോട്ടിക് ഫ്യൂച്ചറിൽ കൊടുത്തു കഴിഞ്ഞാലും അത് വർക്കാവില്ല. സോ ഈ കുട്ടികൾ വലുതാവുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് വേണ്ടി വരും, അല്ലെങ്കിൽ ഹയർ ഡോസ് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് അവരുടെ ബോഡിയിൽ ഇത് വർക്കാവുള്ളൂ. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ഒരിക്കലും ഡിസീസ് കോസിംഗ് ബാക്ടീരിയാസിനെ മാത്രമല്ല നശിപ്പിക്കുന്നത്, എല്ലാ ബാക്ടീരിയാസിനെയും നശിപ്പിക്കും, ഇൻക്ലൂഡിംഗ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയാസിനെ വരെ. നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും ഡൈജഷനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഗട്ട് മൈക്രോബയോം. ആന്റിബയോട്ടിക്സ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ആന്റിബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അത് കൃത്യസമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സംഭവിക്കുന്നത് അതല്ല. ഇപ്പൊ നടക്കുന്നത് ഓവർ യൂസും മിസ്യൂസും ആണ്. പാരസെറ്റമോൾ കഴിക്കുന്ന പോലെയാണ് പലരും ആന്റിബയോട്ടിക് എടുത്ത് കഴിക്കുന്നത്. ഇതിന്റെ ബെറ്റർ സ്ട്രാറ്റജി നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ആക്കുക. ആൻഡ് എങ്ങനെ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആക്കാം? റൈറ്റ് എമൗണ്ട് ഓഫ് മാക്രോ ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, ഒപ്പം തന്നെ മൈക്രോ ന്യൂട്രിയൻസ്, സിങ്ക്, കാൽഷ്യം, വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, അതും RD ഇക്വലന്റ് ആയിട്ട് കഴിക്കാൻ നോക്കുക ടു ബിൽഡ് ഇമ്മ്യൂണിറ്റി. ഈ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിരിക്കണം, നോട്ട് യുവർ ഫസ്റ്റ് ചോയ്സ്. ഇമ്മ്യൂണിറ്റി ആദ്യം ബിൽഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് യൂസ് ആന്റിബയോട്ടിക്സ് റെസ്പോൺസിബിളി.